സിമ്മിന്റെയും ഒക്കെ അത്യാഡംബര കൊട്ടാരം പോലുള്ള വിമാനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഒരു പറക്കും കൊട്ടാരം എന്ന് തന്നെ പറയാം. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളും അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങളും ഒക്കെയാണ് അതിനുള്ളിലുള്ളത്. അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് അത്തരത്തിൽ ഒരു വിമാനമുണ്ടോ? സകല ലോക നേതാക്കൾക്കും ഇത്തരത്തിലുള്ള വിമാനങ്ങളുള്ള സ്ഥിതിക്ക് മോദിക്കും ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് അതിലെ വാസ്തവം? അപ്പോൾ 100 കോടി അമേരിക്കൻ ഡോളർ വിലയുള്ള കൊട്ടാര സമാനമായ ആഡംബര വിമാനമൊക്കെ കൊണ്ട് നടക്കുന്ന ഈ നേതാക്കന്മാരുടെ അപൂർവം ചില ആഡംബര വിമാനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. ഒരു വശത്ത് വിമാനയാത്ര സാധാരണമാകുമ്പോൾ മറ്റൊരു വശത്ത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത സൗകര്യങ്ങളുമായി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ചില പറക്കും കൊട്ടാരങ്ങളുണ്ട്. സുരക്ഷയിലും ആഡംബരത്തിലും സമാനതകളില്ലാത്ത സവിശേഷതകളുള്ള ഈ വിമാനങ്ങളിൽ മിക്കതും ലോക നേതാക്കളുടേതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വണ്ണിനെയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിമാനമെന്ന് എയർഫോഴ്സ് വണ്ണിനെ വിശേഷിപ്പിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് യാത്രാ വിമാനമായി ഉപയോഗിക്കുന്ന ഏതിനെയും ആ നിമിഷം വിളിക്കുന്ന പേരാണ് എയർഫോഴ്സ് വൺ എന്നത്. എങ്കിലും മിക്ക യാത്രകളിലും പ്രസിഡന്റ് ഉപയോഗിക്കുക ബോയിങ് 747-200B എന്ന വിമാനമാണ്. ഈ വിമാനത്തിന് ഇറങ്ങാൻ പറ്റാത്ത വലിപ്പത്തിലുള്ള റൺവേയോ മറ്റ് ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളോ വന്നാൽ മറ്റു വിമാനങ്ങളായ CT-25A, ബോയിങ് C-32 എന്നിവയെല്ലാം ഉപയോഗിക്കും. ഇവയിൽ CT-25A ഓപ്പറേഷൻ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ വിമാനമാണ്. ഒരു ലോക നേതാവ് ഉപയോഗിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന വിമാനവും ഇത് തന്നെയാണ്. 25 വർഷത്തെ പഴക്കമാണ് ഈ വിമാനത്തിനുള്ളത്. മുഖ്യ വിമാനമായ ബോയിങ് 747-200B ഏതാണ്ട് 100 കോടി അമേരിക്കൻ ഡോളർ വിലയുള്ളതാണ്. 70 യാത്രക്കാരെയും 26 ജീവനക്കാരെയും ഈ വിമാനം ഉൾക്കൊള്ളും. 1,40,000 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ പോലും കഴിയും. മികച്ച സുരക്ഷാ ആശയവിനിമയ സംവിധാനങ്ങളാണ് എയർഫോഴ്സ് വണ്ണിലുള്ളത്. 1000 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ എയർഫോഴ്സ് വണ്ണിന് സാധിക്കും. പ്രസിഡന്റിനുള്ള ബെഡ്റൂമും ഓഫീസും ജിമ്മും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ വിമാനത്തിനുള്ളിലുണ്ട്. കൂടെ യാത്ര ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കായി പ്രത്യേക മേഖലയും വിമാനത്തിൽ തിരിച്ചിട്ടുണ്ട്. അടുത്തത് വ്ളാദിമിർ പുതിന്റെ പറക്കും കോട്ടയാണ്. ലോക നേതാക്കളിൽ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ വിമാനം ഉപയോഗിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനാണ്. ഏതാണ്ട് 50 കോടി അമേരിക്കൻ ഡോളറാണ് IL-96-300PU എന്ന വിമാനത്തിന്റെ ഏകദേശ വില. ഇത്തരത്തിലുള്ള 2 വിമാനങ്ങളാണ് പുതിന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും ഇതേ ഗണത്തിൽപ്പെടുന്ന യാത്രാ വിമാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് വ്ളാദിമിർ പുതിന്റെ വിമാനം. കൂടുതൽ വലുപ്പവും വീതിയും വിമാനത്തിനുണ്ട്. വേഗതയിലും എഞ്ചിൻ ഉൾപ്പെടെയുള്ള സാങ്കേതിക കാര്യങ്ങളിലും പക്ഷേ യാത്രാ വിമാനത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഈ വിമാനത്തിൽ വരുത്തിയിട്ടില്ല. റഷ്യൻ നിർമ്മാതാക്കളായ വൊർണീഷാണ് IL-96-300PU വിമാനത്തിന്റെ നിർമ്മാതാക്കൾ. റഡാറിൽ പെടാതെ സഞ്ചരിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഈ വിമാനത്തിനുണ്ട്. കൂടാതെ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലുകളെ അതിജീവിക്കാനുള്ള സൗകര്യങ്ങളും പുതിന്റെ IL-96-300PUവിലുണ്ട്. വലിപ്പത്തിനൊപ്പം അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ആശയവിനിമയ സൗകര്യവും സമാനതകളില്ലാത്ത ആഡംബര സൗകര്യങ്ങളുമാണ് വിമാനത്തിന്റെ മൂല്യം ഉയർത്തുന്നത്. പ്രസിഡന്റിന്റെ ഒരു മിനി ഓഫീസും കിടപ്പുമുറിയും ജിമ്മും മറ്റു സൗകര്യങ്ങളും വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിഖ്യാത റഷ്യൻ ചിത്രകാരൻ ഇല്യ ഗ്ലൂനോവ് ആണ് പുടിന്റെ വിമാനത്തിന്റെ അകത്തളം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനത്തെക്കാളും ഇതിന്റെ സുരക്ഷ നൽകുന്ന വ്യൂഹത്തിന്റെ വലിപ്പമാകും ഏവരെയും അത്ഭുതപ്പെടുത്തുക. 68 വിമാനങ്ങളും 64 ഹെലികോപ്റ്ററുകളുമാണ് പ്രസിഡന്റിന്റെ വ്യോമയാത്രയിൽ സുരക്ഷ നൽകുന്ന വ്യോമസേനാ സംഘത്തിലുള്ളത്. അടുത്തത് ജർമ്മൻ ചാൻസലറിന്റെ കോൺറാഡ് അഡനിയൂർ ആണ്. പുടിൻ കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഏറ്റവും കൂടുതൽ കാലമായി അധികാരത്തിലിരിക്കുന്ന ലോക നേതാവാണ് ജർമ്മൻ ചാൻസലർ ആഞ്ചലോ മെർക്കൽ. വ്യോമയാത്രയിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ ആഞ്ചലോ മെർക്കലിന് റഷ്യൻ പ്രസിഡന്റിനോടാണ് സാമ്യമെങ്കിൽ വിമാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആഞ്ചലോ മെർക്കൽ അമേരിക്കൻ പ്രസിഡന്റിനെയും കടത്തിവിട്ടു. രാജ്യത്തിനകത്തുള്ള യാത്രകൾക്കും അയൽരാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ ആഞ്ചലോ ഉപയോഗിച്ചിരുന്ന യൂറോകോപ്റ്റർ SA-532 എന്ന ഹെലികോപ്റ്ററാണ്. ദൂരയാത്ര വേണ്ടി വന്നാൽ ജർമ്മൻ ചാൻസലറുടെ ഔദ്യോഗിക വിമാനങ്ങൾ 5 ആണ്. ഇതിൽ പ്രധാനപ്പെട്ടത് കോൺറാഡ് അഡനിയൂർ എന്ന A314-313X VIP എയർബസ് ആണ്. A314-313X VIP തന്നെ 2 എണ്ണമാണ് മെർക്കലിനുണ്ടായിരുന്നത്. തിയോഡർ ഹ്യൂസ് എന്നതാണ് രണ്ടാമത്തെ വിമാനത്തിന്റെ പേര്. 13,500 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ ബുണ്ടേശ്വർ എന്ന ജർമ്മൻ വ്യോമസേനയുടെ കീഴിലാണ്. മുൻപ് സാധാരണ യാത്രാ വിമാനമായി ഉപയോഗിച്ചിരുന്ന ഈ എയർബസുകൾ 2011 ലുഫ്താൻസ വ്യോമസേനയ്ക്ക് കൈമാറുന്നത്. കോൺറാഡ് അഡനിയൂറും തിയോഡർ ഹ്യൂസും കൂടാതെ 3 പ്രത്യേക വിമാനങ്ങൾ കൂടി ജർമ്മൻ ചാൻസലറിനുണ്ട്.
ബോംബഡിയർ ഗ്ലോബൽ 5000 എന്ന വിമാനം ഹ്രസ്വയാത്രകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എയർബസ് A319-133X-CJ ഇനത്തിൽപ്പെട്ട 2 വിമാനങ്ങളാണ് ഇത് കൂടാതെ മെർക്കലിന്റെ ആകാശയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. 3 വിഭാഗത്തിലും പെട്ട വിമാനങ്ങളുടെയും വില കണക്കാക്കിയാൽ ഏകദേശം 70 കോടി അമേരിക്കൻ ഡോളറാണ് മൂല്യം. സൗകര്യങ്ങളുടെ കാര്യത്തിലും പുടിന്റെയൊന്നും വിമാനത്തിൽ നിന്ന് ഒട്ടും പിന്നിലല്ല മെർക്കലിന്റെ മുഖ്യ യാത്രാ വിമാനങ്ങളായി കോൺറാഡ് അഡ്യൂറും തിയോഡർ ഹ്യൂസും. മാത്രവുമല്ല അവരുടെ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവനക്കാരെ കൂടാതെ 143 യാത്രക്കാരെ ഉൾക്കൊള്ളാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും. അടുത്തത് എലിസബത്ത് രാജ്ഞിയുടെ 32 സ്ക്വാഡ്രൺ ആണ്. കരുത്തില് മുൻപന്തിയിൽ അല്ലെങ്കിൽ പോലും പ്രശസ്തിയിൽ മറ്റ് ഏത് ലോക നേതാവിനോടും ഒപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടേത്. ഇതുപോലെ തന്നെ രാജ്ഞിയുടെ സന്നാഹങ്ങളും ലോക നേതാക്കളോട് കിടപിടിക്കുന്നതാണ്. നമ്പർ 32 സ്ക്വാഡ്രൺ എന്ന വിമാന സമുച്ചയമാണ് രാജ്ഞി ആകാശ യാത്രകൾക്കായി ഉപയോഗിക്കുന്നത്. അടുത്തിടെ വരെ ബോയിങ്, റോയൽ 747, 777 എന്നീ ബ്രിട്ടീഷ് എയർലൈൻസ് വിമാനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന രാജ്ഞിയും രാജകുടുംബവും അടുത്തിടെയാണ് 32 സ്ക്വാഡ്രണിലേക്ക് പൂർണ്ണമായിട്ടും മാറിയത്. 2 AW109 ഹെലികോപ്റ്ററുകൾ, 6 BAE 125 വിമാനങ്ങൾ, 6 BAE 146 വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 32 സ്ക്വാഡ്രൺ എന്നത്. ഏതാണ്ട് 10 കോടി അമേരിക്കൻ ഡോളറാണ് രാജ്ഞിയുടെ ആകാശ സഞ്ചാര സന്നാഹങ്ങളുടെ ആകെ മൂല്യം കണക്കാക്കുന്നത്. ഇതുകൂടാതെ സിക്രോസ്കൈ S-76 സ്പിരിറ്റ് എന്ന സ്വന്തം ഹെലികോപ്റ്ററും രാജ്ഞിക്കുണ്ട്. ചില സമയങ്ങളിൽ റോയൽ എയർഫോഴ്സും രാജ്ഞിയുടെ യാത്രാ ചുമതല വഹിക്കാറുണ്ട്. പിന്നീട് രാജ്ഞിക്ക് മുകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ഔദ്യോഗിക പദവി കണക്കിലെടുത്താൽ ബ്രിട്ടീഷ് രാജ്ഞിയാണ് മുന്നിൽ, അറിയാലോ. എന്നാൽ ആകാശ സഞ്ചാരത്തിലെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ അധികാരത്തിൽ എന്ന പോലെ പ്രധാനമന്ത്രിക്കാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ കീർ സ്റ്റാമറുടെ യാത്രയ്ക്ക് വേണ്ടി ബ്രിട്ടൻ കോടികൾ മുടക്കാൻ തയ്യാറാണ്. രാജ്ഞിക്ക് എന്ന പോലെ സ്ക്വാഡ്രൺ 32 ആണ് കീർ സ്റ്റാമറുടെ ആകാശ യാത്രയ്ക്കും സുരക്ഷ ഒരുക്കുന്നത്. ഇതുകൂടി കണക്കിലെടുത്താൽ കീർ സ്റ്റാമറിന്റെ ആകാശ സന്നാഹത്തിന്റെ ചെലവ് ഏകദേശം 30 കോടി അമേരിക്കൻ ഡോളർ കവിയും. മറ്റ് ലോകശക്തികളിലെ ഭരണാധികാരികളുടെ വിമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ താരതമ്യേന ലളിതമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ യാത്രാ വിമാനം. സാധാരണ പാസഞ്ചർ വിമാനങ്ങളോട് സാമ്യമുള്ളതാണ് വിമാനത്തിന്റെ അകവും പുറവും. ഉൾവശത്ത് ദീർഘയാത്രകളിൽ ഉപയോഗിക്കാൻ കിടപ്പുമുറിയും ചെറിയ ഓഫീസും പ്രധാനമന്ത്രിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. 100 പേർക്ക് ഇരിക്കാവുന്ന വിമാനത്തിൽ മാധ്യമ പ്രവർത്തകർക്കായും പ്രത്യേകം ഭാഗം തിരിച്ചിട്ടുണ്ട്. കൂടുതൽ ആഡംബരങ്ങളില്ലാത്ത വിമാനമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ എയർബസ് 330. മാത്രമല്ല അടുത്ത കാലം വരെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ സാധാരണക്കാരോടൊപ്പം പാസഞ്ചർ വിമാനങ്ങളിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഒഴികെ യാത്ര നടത്തിയിരുന്നത്. സ്വന്തമായി വിമാനങ്ങളില്ലാത്ത ഷീ ജിൻപിങ് ആണ് അടുത്തയാൾ. വ്ലാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കരുത്തനായ ഭരണാധികാരിയാണ് ചൈനീസ് പ്രസിഡന്റ്. പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഷീ ജിൻപിങ്ങിന് ഇല്ല. ബോയിങ് 747-400 ഇനത്തിൽപ്പെട്ട 2 വിമാനങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് തന്റെ യാത്രകളിൽ ഷീ ജിൻപിങ് ഉപയോഗിക്കുന്നത്. ഒരു വിമാനത്തിന് ഏതാണ്ട് 25 കോടി അമേരിക്കൻ ഡോളർ വില വരും. അമിതമായ ആഡംബരമില്ലാത്ത ഈ വിമാനങ്ങൾ സാധാരണ യാത്രാ വിമാനങ്ങളായും ഉപയോഗിക്കാറുണ്ട്. എയർ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഈ വിമാനങ്ങൾ ശക്തമായ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രസിഡന്റിന്റെ ആവശ്യത്തിനായി എത്തിക്കുക. കൂടാതെ പ്രസിഡന്റിന്റെ യാത്രയ്ക്ക് മുന്നോടിയായി പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും വിമാനത്തിൽ ഘടിപ്പിക്കും. പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ യാത്രാ സമയത്ത് വിമാനത്തിൽ സീറ്റുകൾ പകുതിയിലേറെയും നീക്കം ചെയ്യും. തുടർന്ന് ഇവിടെ കിടപ്പുമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഈ സമയത്ത് ഒരുക്കുന്ന സുരക്ഷാ സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. നേതാക്കളുടെ യാത്ര പൂർത്തിയായാൽ വിമാനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി എയർ ചൈനയ്ക്ക് തിരികെ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇത്തരത്തിൽ ആഡംബര വിമാനങ്ങൾ ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം ഏതായാലും ഇല്ല എന്നാണ്. അദ്ദേഹം വിദേശ യാത്രകൾക്കൊക്കെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഉടമസ്ഥതയിലുള്ള സുരക്ഷാ വിമാനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചു വരുന്നത്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര വിമാനത്തിന്റെ ഉടമ നമ്മുടെ സാക്ഷാൽ മുകേഷ് അംബാനിയാണ്. ഇക്കഴിഞ്ഞ കൊല്ലമാണ് മുകേഷ് അംബാനി അത് സ്വന്തമാക്കിയത്. 1000 കോടിയോളം മുടക്കി സ്വന്തമാക്കിയ ഈ ജെറ്റ് വിമാനം ഇന്ത്യയിലെ ആദ്യ ബോയിങ് 737 MAX 9 ആണ്. ഇന്ത്യയിലെ ബിസിനസ്സുകാരിൽ ഏറ്റവും വിലയേറിയ സ്വകാര്യ ജെറ്റ് ഇതോടെ മുകേഷ് അംബാനിക്ക് സ്വന്തമായി. ബോയിങ് 737 MAX 9 പുറമെ 9 ജെറ്റ് വിമാനങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് സ്വന്തമാക്കിയിട്ടുണ്ട്. നിരവധി മോഡിഫിക്കേഷനുകൾക്കും പരീക്ഷണ പറക്കലുകൾക്കും ശേഷമാണ് പുതിയ ജെറ്റ് വിമാനം ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവയൊക്കെയാണ് ഈ പറക്കും കൊട്ടാരങ്ങൾ. സത്യം പറഞ്ഞാൽ വിമാനത്തിൽ കയറി ആകാശത്തിലൂടെ പറക്കുക എന്നത് ഇപ്പോൾ അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. എവിടേക്കും വേഗത്തിൽ എത്താൻ കഴിയുമെന്ന സൗകര്യവും ടിക്കറ്റുകൾ മിതമായ വിലയിൽ ലഭ്യമായി തുടങ്ങിയതും വിമാനസഞ്ചാരം സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായി തുടങ്ങി. എന്നാൽ ഈ ആഡംബര വിമാനങ്ങൾ എന്നും ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.